നമുക്കിന്നൊരു ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിനായിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ചിക്കൻ മാഗ്നേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കോൺഫ്ലവർ, ഉപ്പ്, അതേപോലെ തന്നെ കുറച്ച് തൈരൊക്കെ വേണമെങ്കിൽ ഒഴിക്കാം. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത്ര ഇട്ടിട്ടാണ് നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് അത്യാവശ്യം ചട്ടി ചൂടായി വന്നപ്പോൾ നമുക്കത് വറുത്തെടുക്കാം. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് നമ്മൾ വറുത്തെടുക്കുന്നത് കേട്ടോ. അധികം അങ്ങോട്ട് മുരിയണ്ട, ഒരു മീഡിയം ഒന്ന് മുരിഞ്ഞ് സെറ്റായി വരുമ്പോൾ തന്നെ നമുക്കത് വറുത്ത് കോരി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ആ ചട്ടിയിൽ തന്നെ നമുക്ക് ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ സവാള, ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ആണെങ്കിൽ അത്യാവശ്യം നല്ല വട്ടത്തിലാണ് അരിയേണ്ടത് കേട്ടോ. നോർമൽ ചിക്കൻ കറിക്ക് അരിയുന്ന പോലെയല്ല, എല്ലാവർക്കും അറിയുന്ന പോലെ ചില്ലി ചിക്കനിലോട്ട് നമുക്ക് വട്ടത്തിലാണ് അരിയേണ്ടത്. അത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. നോർമൽ ചിക്കൻ കറിക്ക് വഴറ്റുന്ന പോലെ വഴറ്റണ്ട, ഒരുവിധം ഒന്ന് വാടി വന്നാൽ മതി. അപ്പോൾ അതേസമയം തന്നെ നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ പ്രിപ്പറേഷനും നോക്കാം. അതിനായിട്ട് നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ അരി വേവിക്കാനായിട്ടുള്ള പാത്രം വെച്ചിട്ടുണ്ട്, വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് അവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ നമുക്ക് തിരിച്ച് ചില്ലി ചിക്കനിലോട്ട് തന്നെ വരാം. അപ്പോൾ നമ്മുടെ സവാള ഒന്ന് നല്ല വെളിച്ചെണ്ണയിൽ കിടന്ന് അത്യാവശ്യം നല്ല രീതിയിൽ മുരിയുന്നുണ്ട്. നമ്മളിവിടെ വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ സവാള ഒന്ന് വഴന്ന് വന്നപ്പോഴേക്കും നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടി കമൻറ്റ് ചെയ്യണേ. ഞങ്ങളുടേതായ ഒരു രീതിയിലാണ് ഉണ്ടാക്കണത്. ഒരുപാട് അങ്ങോട്ട് കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നും അല്ല, അറിയണ പോലെയൊക്കെ ഉണ്ടാക്കുന്നതെന്നുള്ളൂ കേട്ടോ. സവാള വഴന്ന് വന്നപ്പോൾ നമുക്കതിനകത്തേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കവും സവാള പോലെ തന്നെ വട്ടത്തിൽ തന്നെയാണ് അരിയേണ്ടത് കേട്ടോ. അപ്പം നമ്മുടെ അരി അവിടെ അരി തിളപ്പിക്കാനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരി അതിനകത്തേക്ക് ഇട്ടിട്ട് അതടച്ച് വയ്ക്കാം. നമ്മളൊരു 1.5 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഒരു മണിക്കൂറൊക്കെ നമ്മൾ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ ക്യാപ്സിക്കം ഇട്ടു. നമ്മുടെ ക്യാപ്സിക്കം അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നപ്പോഴേക്കും നമുക്കതിനകത്തേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ടൊമാറ്റോ സോസും സോയാ സോസും ആണ്. ചില്ലി സോസ് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ സോയാ സോസും ഒഴിച്ച് കൊടുത്തു. അതിനുശേഷം അതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചപ്പോൾ മുളക് പൊടിയെല്ലാം ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇനി മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. വേണമെങ്കിൽ ഒരു നുള്ള കാശ്മീരി മുളക് പൊടി ചേർക്കാം കേട്ടോ. നമ്മളതിന് ശേഷം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ അതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കോൺഫ്ലവർ കലക്കിയിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിനാണ് നമ്മുടെ ചില്ലി ചിക്കനിലെ മെയിൻ ഐറ്റം കോൺഫ്ലവർ. ഒരു 2 ടീസ്പൂൺ 1.5 ടീസ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ട് അതിട്ട് കൊടുക്കാം. അതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വന്നാൽ തന്നെ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയില, കുറച്ച് കുരുമുളക് പൊടിയും കൂടി വിതറി കൊടുത്താൽ സ്വാദിഷ്ടമായ ചില്ലി ചിക്കൻ റെഡിയായി. നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ നോക്കാം. ഫ്രൈഡ് റൈസിൻ്റെ അരി നമ്മൾ വേവിച്ച് അവിടെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളൂ. ക്യാരറ്റും ബീൻസും അതുപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്കും കുറച്ച് സവാളയും മാത്രമേ എടുത്തിട്ടുള്ളൂ. വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ കേട്ടോ. ആദ്യം നമുക്ക് എഗ് ഫ്രൈഡ് റൈസ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് മുട്ട ഒന്ന് ചിക്കി പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ കോഴിമുട്ട ചിക്കി പൊരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ സവാള വെജിറ്റബിൾസൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം സവാള ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ബീൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് കിട്ടും. ഞാനിതൊരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ വെജിറ്റബിൾസും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ വഴന്ന് കിട്ടണം, ഒന്ന് ജസ്റ്റ് കടിക്കാൻ കിട്ടണം, ഒരുപാട് അങ്ങോട്ട് വാടണ്ട. അങ്ങനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിനകത്തേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് കൂടുതൽ എടുക്കുന്നെങ്കിൽ എടുക്കാം കേട്ടോ. അങ്ങനെ ഉപ്പിട്ട് കൊടുത്തു. അതിനുശേഷം നമുക്കതിനകത്തേക്ക് ലേശം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ എല്ലാം കൂടി നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. നല്ലോണം മിക്സായി നമ്മൾ വെജിറ്റബിൾസ് എടുത്തത് കുറച്ച് കുറഞ്ഞു പോയി. നമ്മളൊരു 1.5 കപ്പ് അരി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരി നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അരി വേവിക്കുന്ന സമയത്ത് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടും കേട്ടോ. നമുക്ക് നെയ്യ് ചേർക്കാതെ തന്നെ ഒട്ടിപ്പിടിക്കാതെ കിട്ടിയായിരുന്നു. സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ
വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന കോഴിമുട്ടയും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, സിമ്പിളാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.